ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഈദ് ഹോളിഡേയ്സിന് അബുദാബി പോയായിരുന്നു. ഈദ് ഹോളിഡേയ്സ് അത്ര ഉഷാറല്ലായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ തിരിച്ച് നേരത്തെ വന്നു റുവീസിലേക്ക്. അപ്പോൾ വരുന്ന വഴിക്ക് ചെറിയൊരു ഡീവിയേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകാവുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് ഈ എമിറേറ്റ്സ് നാഷണൽ ഓട്ടോ മ്യൂസിയം. കാർ മ്യൂസിയം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. വിൻറ്റേജ് കാർസിൻ്റെ ഒരു അമേസിങ് കളക്ഷനുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടേക്കുള്ള എൻട്രി ഫീസ് വരുന്നത് അഡൾട്ട്സിന് 55 ദിർഹംസ് ആണ്, ചിൽഡ്രന് ഫ്രീ എൻട്രിയാണ് കേട്ടോ. കാർ മ്യൂസിയം എന്നുള്ള പേരിനോട് 100% നീതി പുലർത്തുന്ന പോലെയാണ് ഈ പ്ലേസിൻ്റെ ആംബിയൻസും ഇവിടെ എക്സിബിറ്റ്സ് സെറ്റ് ചെയ്തിട്ടുള്ളതും. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വളരെ ഓൾഡായിട്ടുള്ള കാർസ്, ഏർലി 1900s കാർസാണ് കാണാൻ പറ്റുക. അതിൻ്റെ ഡിഫറെൻറ്റ് മോഡൽസും ഡിഫറെൻറ്റ് കമ്പനീസ് ഇറക്കിയിട്ടുള്ളതിൻ്റെയൊക്കെ കാർസ് കാണാം. അതായത് ഓൾമോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒത്തിരി കമ്പനീസിൻ്റെ ഇനീഷ്യൽ മോഡൽസ്, ഫോർഡുണ്ട്, ഡോഡ്ജ് ഉണ്ട്, പിന്നെ എനിക്ക് ഒത്തിരി കമ്പനീസിൻ്റെ പേര് അറിയാൻ പാടില്ല, അതുകൊണ്ടാണ്. ക്രൈസ്ലർ ഒക്കെ കേട്ടിട്ടുള്ള പേരാണല്ലോ അല്ലേ. ഞാൻ പറയുന്ന പ്രൊനൗൺസിയേഷൻ എങ്ങാനും തെറ്റുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കുക, അറിവില്ലായ്മയാണ് കേട്ടോ. വിൻറ്റേജ് കാർസിനെ കുറിച്ച് അല്ല, പൊതുവെ കാർസിനെ കുറിച്ച് വളരെ ശുഷ്കമായ അറിവുള്ള ഒരാളാണ് ഞാൻ. ഈ കാർസിൻ്റെയൊക്കെ യുണീക്കായിട്ടുള്ള ഷേപ്സും ആക്സസറൈസിങ്ങും പിന്നെ അടിപൊളി കളർ കോമ്പിനേഷൻസൊക്കെയാണ് എനിക്കിതിൽ അട്രാക്റ്റീവായി തോന്നുന്ന കാര്യങ്ങൾ. പ്ലൈമത്ത് മാസ്റ്റർ എന്ന് പറഞ്ഞ ഈ കാറിനൊക്കെ സ്പെഷ്യൽ ഫാൻ ബേസ് തന്നെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതിൻ്റെ ക്ലാസ്സും എലഗൻസും കണ്ടാൽ നമുക്കത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി കുറച്ച് കൂൾ കളേഴ്സിലുള്ള കാർസ് കണ്ടാലോ. ഇതിൻ്റെ അധികവും ഫോർഡിൻ്റെയാണ് കേട്ടോ. ഫോർഡിൻ്റെ ഫെയർ ലൈനാണ് ഈ മോഡൽ. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണല്ലേ. കാഡിലാക് ഫ്ലീറ്റ്വുഡ് എന്ന് പറഞ്ഞ ഈ മോഡൽ കണ്ടോ. എനിക്കാകെ ഈ നീളമുള്ള വണ്ടി ലിമോസിൻ മാത്രമെന്നായിരുന്നു കേട്ടോ ചിന്ത. 1955 ഇറങ്ങിയിട്ടുള്ള മോഡലായിരുന്നു ഈ കാഡിലാക്കിൻ്റെത്. ഈ വരുന്ന ഗ്രൂപ്പിലെ കാർസ് കാണുമ്പം എനിക്ക് ഓർമ്മ വരിക ജോസ് പ്രകാശിനെയാണ്. പണ്ട് ജോസ് പ്രകാശ് വില്ലനായിട്ട് അഭിനയിച്ച സിനിമകളിലൊക്കെ ഇതായിരുന്നു പുള്ളിയുടെ കാറെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഇത് അങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇത് കാഡിലാക്കിൻ്റെ വേറൊരു മോഡൽ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ റെഡ് കളറും അതിൻ്റെ ഷേപ്പും ഒക്കെ വേറെ ലെവലായിരുന്നു നേരിട്ട് കാണാൻ.
ഇനി ക്യൂട്ടായിട്ടുള്ള ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. മേഴ്സിഡസിൻ്റെ കാറ് വിബ്ജിയോർ പോലെ, അതായത് മഴവിൽ നിറങ്ങളിൽ പെയിൻറ്റ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കൂടെ റെയിൻബോ കളേഴ്സ് എല്ലാം കൂടെ ഒരു കാറിൽ തന്നെ പെയിൻറ്റ് ചെയ്തതും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ മേഴ്സിഡസ് ബെൻസിൻ്റെ ഒരു കമനീയ ശേഖരമുണ്ട് കേട്ടോ. ഒരു 2-3 സെക്ഷൻ മൊത്തം ബെൻസ് തന്നെയായിരുന്നു. ഡോഡ്ജ് ഇറക്കിയ ഒരു പിക്കപ്പ് വാനാണിത്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു മിനി ലോറിയുടെ അനിയനായിട്ട് വരും. ഇനി ഈ മ്യൂസിയത്തിലെ ഏറ്റവും പഴയ എന്നാൽ ഇവിടുത്തെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ടുള്ള കാർ കാണാം. ഇത് മേഴ്സിഡസിൻ്റെ ഫസ്റ്റ് കാറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇനി 3 വീൽസേ ഉള്ളൂ. 1885 ഇത് ആദ്യമായിട്ട് നിർമ്മിച്ചത്. ഇനി കുറച്ച് യൂറോപ്യൻ ഡിസൈൻസ് കണ്ടാലോ. ഇനി കുറച്ച് VIPs ആണ്. റോൾസ് റോയ്സിൻ്റെ ഡിഫറെൻറ്റ് മോഡൽസാണ്. ഇത് റോൾസ് റോയ്സിൻ്റെ ഫാൻറ്റത്തിൻ്റെ ഇനിഷ്യൽ മോഡലാണ്. എന്തായാലും ഈ മോഡലിൻ്റെ ഒക്കെ ഒരു പ്രൗഢി. അങ്ങനെ നമ്മൾ ഇനി പിക്കപ്പിൻ്റെ സെക്ഷനിൽ എത്തി കേട്ടോ. നിസാൻ്റെ ആണ് ഫസ്റ്റ് പിക്കപ്പ് കാണുന്നത്. ഇനി ഈ കാണുന്ന കുറച്ച് വണ്ടികളിലെ ഇത് കാണുമ്പം നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള കാർട്ടൂൺസിലൊക്കെയുള്ള കാർസ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് ഈ ഭാഗം കണ്ടപ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്തത്. മേ ബി ആ ബ്രൈറ്റ് റെഡ് കളർ കൊണ്ടാണോ എന്നറിയില്ല. എനിക്കെന്തോ ആനിമേറ്റഡ് മൂവീസ് എന്നുള്ള കുറച്ച് കാർസ് ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത പോലെ. നമ്മൾ ഇപ്പം കാണുന്ന ഫോർഡ് എക്സ്പ്ലോററിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറായിട്ട് വരും ഈ കാണുന്ന ആൾ. ഇവിടെ GMCയുടെയും ഡിഫറെൻറ്റ് വെറൈറ്റീസ് കാണാൻ പറ്റും കേട്ടോ പിക്കപ്സിൽ.
ഇപ്പോൾ കണ്ടത് 7 സീറ്റേഴ്സ് പോലെ കുറച്ച് വലിയ കപ്പാസിറ്റി ഉള്ള വണ്ടികളാണ്. ഇനി കുറച്ച് യുണീക്ക് ഷേപ്സ് ഉള്ള കാർസ് കാണാം. ഇതാണ് പഴയ പെട്രോൾ ടാങ്ക്സ്. അതായത് ഈ ക്യാൻസ് ഉപയോഗിച്ചിട്ടാണ് പെട്രോൾ കാറിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. നമ്മുടെ പെട്രോൾ പമ്പ്സിൻ്റെയൊക്കെ ആദ്യത്തെ രൂപം ഈ ഒരു കുഞ്ഞു ക്യാനിൽ നിന്നായിരുന്നു. ഇനി നമ്മൾ അപ്സ്റ്റേഴ്സിലെത്തി. ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട ഷോർട്സിലുള്ള പോലത്തെ ചെറിയ കാഴ്സ് ഉള്ളത്. ഇത് വളരെ ചെറുതാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ല. ഇപ്പോൾ ഒരു ഫുള്ളി ഗ്രൂൺ ആയിട്ടുള്ള ആളുടെ വേസ്റ്റിന് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ ഈ കാറിൻ്റെ ഹൈറ്റ്. പക്ഷേ നല്ല ഭംഗിയാണ് കാണാൻ. എസ്പെഷ്യലി ഈ ഫോക്സ് വാഗൻ്റെ ബീറ്റിലും മിനി കൂപ്പറിൻ്റെ ഏർലി സ്റ്റേജിലുള്ള ഡിസൈൻസൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഈ ക്യൂട്ട് കുഞ്ഞിക്കാറുകൾ കണ്ടു പോകുമ്പോഴാണ് നമ്മുടെ പഴയ സിനിമയിലൊക്കെയുള്ള പ്രീമിയർ പത്മിനീനെ കണ്ടത്. അപ്പം നമുക്കൊരു സ്നേഹവും നമ്മുടെ നാട്ടിലത്തെ കാറ് വന്നല്ലോ എന്ന്. അങ്ങനെ പോയി ഒരു കാറും കൂടെ കഴിഞ്ഞപ്പോൾ നല്ല പരിചയമുള്ള ആൾ നോക്കുമ്പോൾ ആരാ, നമ്മുടെ സ്വന്തം മാരുതി 800, ദാറ്റ് ടു മെയ്ഡ് ഇൻ ഇന്ത്യ. ഇത് ജീപ്പാണെങ്കിലും വളരെ കുഞ്ഞ് ടൈനി ജീപ്പാണ് കേട്ടോ. നമ്മുടെ നോർമൽ സൈസിലുള്ളതല്ല. നിങ്ങൾ എത്ര പേർക്ക് ഈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയെന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന വണ്ടിപ്രാന്തന്മാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ സജഷൻസോ കമൻസോ ഒക്കെ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ദയവായി കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു ഫോർ വാച്ചിങ്.